ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കോഴി വളർത്തലിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നല്ലോണം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ A to Z കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം നമ്മളിപ്പോൾ വളർത്തുന്നത് BB380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളെയാണ്. അപ്പോൾ ഇത് ഒരു 6 മാസമായി നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട്. ഇതിന് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ പല കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുടെ സംശയത്തിനുള്ളൊരു മറുപടി കൂടെയാണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് ഏകദേശം 90 കോഴികളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് BB380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴികളാണ്. ഈ ഒരു കോഴീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 മുതൽ 320 മുട്ട വരെ കിട്ടുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബ്രീഡിനെ ആളുകൾ വളർത്തുന്നത്. ഒരുപാട് കോഴികളുണ്ട്, നാടൻ കോഴിയുണ്ട്, അതേപോലെ തന്നെ സോനാലി, ഫയോമി, പിന്നെ അങ്ങനെ ആ രീതിയിൽ ഒരുപാട് വെറൈറ്റി കോഴികളുണ്ട്. പക്ഷേ ഈ ഒരു ഇനം ആളുകൾ തിരഞ്ഞെടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദനം കൂടുതലുള്ള കോഴിയാണ് ഈ BB380 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കോഴികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു തീറ്റ മാത്രമേ, ഈ ലെയർ മാഷ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുക ഇതിന് കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഒരു തീറ്റയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മുട്ട വരുന്നത് ബ്രൗൺ കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 100 കോഴി ഉണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 80 മുട്ടയോളം നമുക്ക് എന്ത് ചെയ്യുക കിട്ടും. പിന്നെ ഇവർ ആൾ സൈലൻ്റ് ആണ് കേട്ടോ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വാക്സിനേഷനെല്ലാം കഴിഞ്ഞ കോഴികളെ എന്ത് ചെയ്യണം, അങ്ങനത്തെ കോഴികളെ വേണം നമ്മൾ വാങ്ങാൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അസുഖങ്ങളൊന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. പിന്നെ ഇപ്പോൾ തീറ്റ ചിലവ് കൂടുതലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഭവം. ഒരു കോഴിക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 4 രൂപ 5 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് തീറ്റ ചിലവ് വരും. അപ്പോൾ ഈ ഒരു മുട്ട എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9 രൂപയ്ക്കോ 10 രൂപയ്ക്കോ നമുക്ക് ആളുകൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ മുട്ടയിടാത്ത കോഴികൾ 100 എണ്ണത്തിന് ഞാൻ പറഞ്ഞില്ലേ, 100 കോഴികളുണ്ടെങ്കിൽ 80 മുട്ടയെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഈ 20 കോഴികൾ മുട്ടയിടൂല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഇതിലുണ്ട്. ആ 20 കോഴിക്കും കൂടെ തീറ്റ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 5 രൂപേൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യും, തീറ്റ ചിലവ് വരും. അപ്പോൾ ഈ ഒരു മുട്ട 9 രൂപയ്ക്കും 10 രൂപയ്ക്കും നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക ഒരു പ്രോഫിറ്റ് കിട്ടുക. ഇത് നമ്മൾ കടകളിൽ ഹോൾസെയിലായിട്ട് കൊടുത്താൽ 8 രൂപ കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും എന്നെ വിളിക്കാറുണ്ട്, ഇതേപോലെ ഒരു കൂടൊക്കെ സെറ്റ് ചെയ്യാൻ എത്രയാവും, അതേപോലെ തന്നെ എന്താണ് പിന്നെ അഭിപ്രായം. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഒരു 1000 കോഴീൻ്റെ ചെയ്താൽ എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് തോന്നുന്ന ലാഭം. അപ്പോൾ നമുക്ക് ഈ 90 കോഴികളാണുള്ളത്. ഈ 90 കോഴികളിൽ നിന്ന് നമുക്ക് 75 മുട്ട കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതൊരു 10 രൂപയ്ക്ക് നമുക്ക് ഇവിടെ സെയിലാകുന്നുണ്ട്. ആ സമയം ഇത് തന്നെ അതിൽ നമുക്കൊരു 10-300 ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് കാര്യങ്ങൾ റിക്കവറായിട്ട് വരണമെങ്കിൽ 1-2 ബാച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ഇത് കിട്ടുള്ളൂ. ഇനി അതേപോലെ തന്നെ ഇത് നമുക്ക് ഒരു 1000 കോഴീൻ്റെ ആക്കുമ്പോൾ നമ്മൾ കരുതും ഇപ്പോൾ നമുക്ക് 200-300 നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ ആ 1000-ൻ്റെ ആക്കുമ്പോൾ നമുക്ക് 3000 കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു 100 കോഴീൻ്റെ അല്ലെങ്കിൽ 90 കോഴീൻ്റെത് ഇതിന് നമുക്ക് എന്താ പറയുക വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒന്ന് നോക്കി വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് ക്ലീൻ ആക്കാൻ ബാക്കിയുള്ള കാര്യത്തിൽ. അതേപോലെ തന്നെ തീറ്റ കൊടുക്കാൻ വലിയ പ്രശ്നങ്ങളില്ല. 2 നേരം തീറ്റ കൊടുത്താൽ മതി. ഈ കേജ് സിസ്റ്റം ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷേ നമുക്കൊരു 1000 കോഴിയാണെങ്കിൽ എന്താ പ്രശ്നം എന്നറിയും. 1000 കോഴിയാണെങ്കിൽ ഒന്ന് നമ്മൾ കടകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഹോൾസെയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ റേറ്റ് കുറഞ്ഞാണ് നമുക്ക് കിട്ടുക. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ട കൊണ്ട് കൊടുക്കണമെങ്കിൽ ഒരു വണ്ടി സൗകര്യം വേണ്ടി വരും. അതേപോലെ തന്നെ ഒരാളെ നിർത്തേണ്ടി വരും പണിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ആരെങ്കിലും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴേ പറയുന്നു, എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, ഞാൻ ആദ്യം ലിറ്റർ സിസ്റ്റത്തിലായിരുന്നു വളർത്തിയത് 150 കോഴീനെ. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിന്ന് മുട്ടകൾ കുറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കേജ് സിസ്റ്റത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇപ്പോൾ ഈ കേജ് സിസ്റ്റത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ 90 എണ്ണമായിട്ട് കുറഞ്ഞു. ബാക്കിയുള്ള ഇടാൻ പറ്റില്ല. ഈ നിലത്തിട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുട്ട ഉൽപ്പാദനം കുറയും. ഇവർ മണ്ണ് കാര്യങ്ങളൊക്കെ തിന്നു. ഇവർക്ക് ഈ കേജ് സിസ്റ്റേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കോഴി വളർത്തലിലേക്ക് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴേ പറയുന്നുണ്ട്, 6 മാസമായി ഞാനിത് ചെയ്യുന്നു. നമ്മൾ ജെനുവിനായിട്ടുള്ള വീഡിയോ ആണ്, നമ്മുടെ അഭിപ്രായമാണ് പറയണത്. ആരെങ്കിലും ഇത് ചെയ്തിട്ട്, ഒരുപാട് ആളുകളുണ്ട് നിർത്തിയിട്ടുണ്ട്, ഫ്ലോപ്പായി എന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോഴും പറയുന്നു, എനിക്കിത് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 200-300 നമുക്ക് എന്ത് ഒരു ദിവസം മാറ്റി വെക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ചിലവുകളൊക്കെ റിക്കവറായിട്ട് വരണമെങ്കിൽ ഈ ഒരു ഷെഡ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 60,000 രൂപയായി. അതേപോലെ തന്നെ ഈ കൂടിന് 90 എണ്ണത്തിൻ്റെ കൂടിന് ഏകദേശം ഒരു 30,000 രൂപ ഇതിനായി. അതേപോലെ തന്നെ നമ്മുടെ കോഴികൾക്ക് ഈ 90ഓളം കോഴികൾക്ക് 3.5 മാസമായിരുന്നു വാങ്ങിയത്. അന്ന് ഏകദേശം 350 രൂപ പെർ പീസിനായിട്ടുണ്ട്. 30,000 രൂപ അതായി. ഇപ്പോൾ ഒരു 4.5 മാസത്തിലാണ് ഇത് മുട്ടയിട്ട് തുടങ്ങുക. അപ്പോൾ 4.5 മാസമായ കോഴീനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 450 രൂപയൊക്കെ വരും.
എപ്പോഴും നമ്മൾ ചെറിയ കോഴീനെ വാങ്ങിക്കഴിഞ്ഞാൽ 200 രൂപയ്ക്കൊക്കെ കോഴീനെ കിട്ടും 2 മാസമായത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസം കൂടെ നമ്മൾ വീണ്ടും തീറ്റ കൊടുക്കണം. അപ്പോൾ ഒരു ലേശം കൂടെ പൈസ നമ്മൾ കൂട്ടിയിട്ട് എന്ത് അറിയോ, മുട്ടയിടാറായ കോഴീനെ വാങ്ങുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ 90 കോഴീനെ നമ്മൾ വളർത്തിയിട്ട് നമുക്കൊരു 100-300 രൂപ, അതായത് ഏകദേശം ഒരു 7,000-8,000 രൂപ മാസം. അപ്പോൾ ഈ 1.5 ലക്ഷം 1,20,000 മുടക്കി 1,20,000. അപ്പോൾ അത് റിക്കവർ ആകണമെങ്കിൽ ഏകദേശം ഈ ഒരു ബാച്ച് കഴിഞ്ഞാൽ മാത്രമേ റെഡി ആവുള്ളൂ. ഓക്കെ, അടുത്ത ബാച്ചിൽ എന്ത് ചെയ്യും, നമുക്കിത് ക്ലിയർ ആവും. അപ്പോൾ വലുതിലേക്ക് തിരിയുന്നതിന് മുന്നേ ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട്, ആരെങ്കിലും എന്ത് അറിയോ, ലോണ് കിട്ടും, സ്വയം തൊഴിൽ കിട്ടും, അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒറ്റയടിക്ക് ചാടിയിട്ട് വലിയ പരിപാടി ചെയ്യാതിരിക്കുക നല്ലത്. ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ രീതിയിൽ തുടങ്ങിയാൽ നമ്മുടെ കയ്യിൽ കുറച്ച് മുട്ടയുള്ളെങ്കിൽ ആവശ്യക്കാർ ഒരുപാടുണ്ടാവും. ഇപ്പം തന്നെ നമ്മളോട് 3-4 ആൾക്കാർ ദിവസം മുട്ട കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മൾ കൂടുതൽ എണ്ണത്തിനെ വളർത്തി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് ഒരുപാടാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടകളിലെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ വീടുകളിൽ കൊടുക്കുമ്പോൾ 10 രൂപയ്ക്ക് കിട്ടുന്നത് കടകളിൽ ചിലപ്പോൾ 8 രൂപ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ അറിയോ, തീറ്റ ചിലവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തീറ്റ ചിലവ് കുറയ്ക്കാൻ. ഒരു 3 മാസം മുന്നേക്ക് 1,500 ഒക്കെ ഉള്ളത് ഇപ്പോൾ 1,800, 1,900, ചില കമ്പനികളത് 2,000 വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു മേഖലയിൽ ഭയങ്കര പ്രതിസന്ധിയാണ് ഈ തീറ്റ ചിലവ് ഇങ്ങനെ കൂടുന്നത്. കാരണം മുട്ടയ്ക്ക് വില കൂടുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല പ്രതിരോധ ശേഷിയുള്ള ഇനമാണ്. അതേപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് നമ്മൾ മെഡിസിന്, അതേപോലെ സപ്ലിമെൻറ്റുകളാണ് മെയിൻ. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റിങ്, ഒരു 12-13 മണിക്കൂർ ലൈറ്റ് വേണം. അതേപോലെ തീറ്റ ഷാർപ്പ് കണ്ടോ, ഞാൻ കൂട്ടിൻ്റെ ഉള്ളിലാണ് ഈ 90 എണ്ണം ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒച്ചയും വിളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലല്ലോ, സൈലൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കണം. ഇവർക്ക് വരുന്ന രോഗങ്ങൾ, ഒരു തൂക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താ അറിയോ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. ഒരു ക്ലാസ്സോ കാര്യങ്ങളോ, മണ്ണൂത്തിയിലൊക്കെ ഇതിനെക്കുറിച്ച് ക്ലാസ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനത്തെ ക്ലാസ്സോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളോട് ചെയ്യുക. ഇനി ഇവർക്ക് കൊടുക്കേണ്ട സപ്ലിമെൻറ്റുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഗ്രോവിപ്ലക്സ്, ഒരു മൾട്ടി വിറ്റാമിനാണ്. ഈ സാധനം നമ്മൾ കൊടുക്കേണ്ടതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആരോഗ്യത്തിന്, തൂവലിനൊക്കെ നല്ല സ്റ്റൈൽ ഉണ്ടാകാൻ, അതേപോലെ തന്നെ തൂവലിൻ്റെയൊക്കെ ആരോഗ്യത്തിന്, വളരെ മുട്ട ഉൽപ്പാദനം കൂടാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഗ്രോവിപ്ലക്സ്. ഇതെങ്ങനെ കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ എത്ര വെച്ച് കൊടുക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഒന്ന് ഇതാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തത് ഓസോമിന്. ഇതും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കാര്യമായിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോഴികളെന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്ത തോടുള്ള മുട്ട ഇടുക, തോൽമുട്ട. അതേപോലെ തന്നെ മുട്ട കൊത്തി കുടിക്കുക, പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും അതായത് കാൽസ്യക്കുറവിനാണ് ഇത് മെയിനായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ നിങ്ങൾ കയറിയിട്ട് നോക്കിയാൽ മതി ഇതെങ്ങനെ കൊടുക്കേണ്ടത്, ഏതൊക്കെ എത്ര വെച്ച് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്ത സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമറാളാണ്. പേടിക്ക് കാര്യത്തിനും അതേപോലെ തന്നെ മുട്ട ഉൽപ്പാദനം കൂടാൻ അതിനൊക്കെ പറ്റിയ ഒരു സപ്ലിമെൻ്റാണ് വിമറാൾ ഫോർട്ട്. ഓക്കെ, ഇതും കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് അടുത്തത് ടെഫ്രോളി സിറപ്പ്, അതായത് ലിവർ ടോണിക്കാണ്. ഇതും ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളത് കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ എന്താ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ലോങ് വീഡിയോ ഒരുപാട് ലെങ്ത് ആകണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 4 മാസം കൂടുമ്പോൾ വിരമരുന്ന് കൊടുക്കാൻ, വിര ഇളക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട സപ്ലിമെൻറ്റുകളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവർക്കുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കൊടുക്കുക. കാല് തളർച്ചയ്ക്കാണ് കാര്യമായിട്ട് വരിക. അതിന് ന്യൂറോബയോൺ ടാബ്ലറ്റ് ഉണ്ട്, റെഡ് കളർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെറ്റിനറി മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടും കേട്ടോ. അതേപോലെ ഓൺലൈനായിട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ അത്യാവശ്യം നല്ല വിലയുള്ള മെഡിസിനാണ്. ഇതൊക്കെ 170, 200 രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിലുള്ള കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഈ മെഡിസിനുകൾ, അതേപോലെ തന്നെ സപ്ലിമെൻറ്റുകൾ, തീറ്റയുടെ ചിലവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അഭിപ്രായം. ചെറുതായിട്ട് എന്ത് അറിയോ, ഒരു രീതിയിൽ തുടങ്ങുക. ബാക്കിയുള്ള കാര്യങ്ങൾ തീറ്റ ചിലവ് ഈ വീഡിയോ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും വലിയ നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ വളരാത്തത് ഈ ഒരൊറ്റ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ്. 4 മാസം മുന്നേ 1,500 രൂപയൊക്കെയുള്ള തീറ്റയാണ് ഇപ്പോൾ 1,800 ഒക്കെ. ഇതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? കർഷകരൊക്കെ ഈ ഒരു പരിപാടി ഫീൽഡ് നിർത്തുന്നത് തന്നെ ഇതുകൊണ്ടാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് മുട്ടയാണ് ഒരു ദിവസം വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വിഷമില്ലാത്ത നല്ല പിന്നെ മുട്ട നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക് വരുമാനം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംരംഭങ്ങളൊക്കെ വിജയിക്കും. ഇത് പുറത്തുനിന്ന് കുറഞ്ഞ വിലയ്ക്ക് സാധനം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണെങ്കിലോ പിന്നെ തീറ്റ ചെലവും കാര്യങ്ങളും ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, കാണുന്ന ആളുകൾ നമ്മുടെ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തട്ടെ. ഈ തീറ്റ ചെലവ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇടപെടൽ നടത്തണം. ഓൾറെഡി നമ്മൾ പോസ്റ്റൊക്കെ ചെയ്തതാണ്. അപ്പോൾ കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1,500 രൂപയൊക്കെ ഒരു 50 കിലോയ്ക്ക് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇത് മുന്നോട്ട് പോകും.
ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ കുടുംബം നോക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനൊരു ഇടപെടലും കാര്യങ്ങളും നടത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഏതെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.